നമസ്കാരം. പ്രധാന വാർത്തകൾ. ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സന് കൗൺസിൽ സ്ഥാനം നഷ്ടമാകും. കൗൺസിലിൽ പങ്കെടുക്കുന്നതിന് അവധി നൽകണമെന്ന അപേക്ഷ കൗൺസിൽ യോഗം തള്ളി. പ്രശോഭിന്റെ കൗൺസിലർ സ്ഥാനത്തെ ചൊല്ലി നഗരസഭാ യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. കസ്റ്റഡി പരോൾ അനുവദിക്കണമെന്ന പ്രശോഭിന്റെ ആവശ്യം കോടതി തള്ളിയതും തിരിച്ചടി. ഭൂനികത്തൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെയും വില്ലേജ് ഉദ്യോഗസ്ഥരുടെയും മൗനാനുവാദത്തോടെയും എന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടി. 16 ഏക്കറോളം സ്വകാര്യ വ്യക്തി കൃഷിഭൂമി നികത്തിയെന്നും അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം പിഴയൊടുക്കി ക്രമവൽക്കരിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുമെന്ന ഉറപ്പിന്മേലെന്നും കൃഷ്ണൻകുട്ടി. ഷൊർണൂരിൽ തെരുവുനായ്ക്കൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പാർപ്പിക്കാൻ ഷെൽട്ടർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ പലയിടങ്ങളിലും കൂട്ടത്തോടെ തെരുവുനായ്ക്കളെ കാണുന്നത് നിത്യസംഭവം. ഉണ്ടായിൽ കണ്ടെത്തിയ സ്ഥലത്ത് ഷെൽട്ടർ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് നഗരസഭാ അധികൃതർ. ഉണ്ടായ 26-ാം വാർഡിൽ ഷെൽട്ടർ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികളും വാർഡ് കൗൺസിലറും. മലമ്പുഴ ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം പെരിയാപുരം സ്വദേശി ഷെമിലാണ് ഡാമിൽ അകപ്പെട്ടത്. ബിഫാം അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു. ചേലക്കര വെങ്ങാനല്ലൂരിൽ ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. ടോറസ് ലോറി തെറ്റായ ദിശയിൽ വന്നതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. അപകടത്തിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധം. ചെറുതുരുത്തി പൈങ്കുളം റോഡിൽ കാൽനട യാത്രക്കാരന്റെ കാൽ തകർന്ന സ്ലാബിന്റെ ഇടയിൽപ്പെട്ട പരിക്ക്. വാർത്തകൾ വിശദമായി. ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സന് കൗൺസിൽ സ്ഥാനം നഷ്ടമാകും. കൗൺസിലിൽ പങ്കെടുക്കുന്നതിന് അവധി നൽകണമെന്ന പ്രശോഭിന്റെ അപേക്ഷ പാലക്കാട് നഗരസഭാ കൗൺസിൽ തള്ളി. പ്രശോഭിന്റെ കൗൺസിലർ സ്ഥാനത്തെ ചൊല്ലി നഗരസഭാ യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നു. കസ്റ്റഡി പരോൾ അനുവദിക്കണമെന്ന പ്രശോഭിന്റെ ആവശ്യം കോടതി തള്ളിയതും തിരിച്ചടിയായി. ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സന് കൗൺസിൽ സ്ഥാനം നഷ്ടമാകും. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് അവധി നൽകണമെന്ന പ്രശോഭിന്റെ അപേക്ഷ പാലക്കാട് നഗരസഭാ കൗൺസിൽ തള്ളി. പ്രശോഭിന്റെ കൗൺസിൽ സ്ഥാനത്തെ ചൊല്ലി നഗരസഭാ യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. മൂന്ന് മാസമായി കൗൺസിൽ പങ്കെടുക്കാതിരുന്നതും തുടർച്ചയായ 4 കൗൺസിൽ ഹാജരാകാതിരുന്നതും ചൂണ്ടിക്കാണിച്ചാണ് ഭരണസമിതി അയോഗ്യ പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയത്തിനെതിരെ UDF അംഗങ്ങൾ നിലപാട് സ്വീകരിച്ചെങ്കിലും ഭരണകക്ഷിയും LDF അംഗങ്ങളും അനുകൂലിച്ചതോടെ പ്രമേയം പാസ്സാവുകയായിരുന്നു. പ്രമേയം പാലക്കാട് നഗരസഭാ സെക്രട്ടറി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരമറിയിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അയോഗ്യനാക്കേണ്ടത്. പ്രശോഭ് അയോഗ്യനായാൽ UDFന് 17 കൗൺസിലർമാരായി കുറയും. മാർച്ച് 10-നാണ് അവസാനമായി കൗൺസിൽ പങ്കെടുത്തത്. പ്രശോഭിന്റെ അവധി അപേക്ഷയെ ചൊല്ലി പാലക്കാട് നഗരസഭാ കൗൺസിൽ തർക്കമുണ്ടായി. പ്രശോഭിന് അവധി നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടെങ്കിലും പീഡനവീരന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് BJP LDF കൗൺസിലർമാർ തിരിച്ചടിച്ചു. പ്രശോഭിന് അവധി നൽകരുതെന്ന് BJP LDF കൗൺസിലർമാർ ആവശ്യപ്പെട്ട ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. നഗരസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് കസ്റ്റഡി പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെങ്കിലും അപേക്ഷ തള്ളിയതായും പ്രശോഭിന് തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് കൊടുമ്പ് പഞ്ചായത്തിൽ കൃഷിഭൂമി വ്യാപകമായി നികത്താൻ ഭൂമാഫിയകൾ രംഗത്ത്. ഭൂമി നികത്തൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെയും വില്ലേജ് ഉദ്യോഗസ്ഥരുടെയും മൗനാനുവാദത്തോടെയെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടി. 16 ഏക്കറോളം സ്വകാര്യ വ്യക്തിയുടെ കൃഷിഭൂമി നികത്തിയെന്നും അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം പിഴയൊടുക്കി ക്രമവൽക്കരിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുമെന്ന ഉറപ്പിന്മേലാണെന്നും കൃഷ്ണൻകുട്ടി ആരോപിച്ചു. പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെയും വില്ലേജ് ഉദ്യോഗസ്ഥരുടെയും മൗനാനുവാദത്തോടെ നടക്കുന്ന കൃഷിഭൂമി നികത്തലിനെതിരെ മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരാതി നൽകി. കൊടുമ്പ് വില്ലേജ് പരിധിയിൽ വരുന്ന കൃഷിഭൂമിയാണ് വ്യാപകമായി നികത്തുന്നത്. 2008-ലെ നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി നികത്താനായി രംഗത്തുള്ളത് ഭൂമാഫിയും റിസോർട്ട് മാഫിയുമാണ്. മിഥുനം പള്ളം പൊറ്റക്കളത്തെ സ്വകാര്യ വ്യക്തിയുടെ 16 ഏക്കറിലധികം വരുന്ന വയലാണ് റിസോർട്ട് ഫ്ളാറ്റ് ആവശ്യങ്ങൾക്കായി നികത്തുന്നത്. മുൻകൂർ അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം പിഴയൊടുക്കി ക്രമവൽക്കരിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുമെന്ന ഉറപ്പിലാണ് വ്യാപകമായ നിലനികത്തൽ നടക്കുന്നത്. പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകൾക്ക് സമീപം നിയമവിരുദ്ധ നിലനികത്തൽ നടത്തുന്നതിനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും
നികത്തൽ തുടരുകയാണ്. വയൽ നികത്തലിനെതിരെ നടപടി കേസ് ശുപാർശ ചെയ്ത കൃഷി ഓഫീസറെ ഭീഷണിപ്പെടുത്തിയതും ആരോപണമുണ്ട്. പരാതിയിൽ കഴമ്പുണ്ടായിട്ടും പ്രാദേശിക ഭരണ നേതൃത്വം സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കൃഷ്ണൻകുട്ടി പരാതി നൽകിയത്. കുടുംബ ഗ്രാമപഞ്ചായത്തിന്റെ 9ാം വാർഡ് ദാസൻകുറ്റക്കളം ആണ് ഇത് അറിയപ്പെടുന്നത്. ഈ കാണുന്ന ഈ കൃഷിസ്ഥലങ്ങൾ ഇത് സുഗതൻ എന്ന വ്യക്തിയുടെ 16 ഏക്കറിൽ കൂടുതൽ വരുന്ന കൃഷിസ്ഥലമാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഉൾപ്പെടുന്ന നിലവിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട കൃഷിഭൂമികളാണ്. ഈ കാണുന്ന കൃഷിഭൂമികൾ അനധികൃതമായി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് സുഗതൻ എന്ന വ്യക്തി കൈമാറുകയും എന്നാൽ സുഗതൻ്റെ പേരിൽ തന്നെ നിലവിൽ ഈ ഭൂമി നിലനിർത്തിക്കൊണ്ട് അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നതിൻ്റെ പേരിൽ മാസങ്ങൾക്ക് മുൻപ് ജില്ലാ കളക്ടർ അടങ്ങുന്ന വിവിധ വകുപ്പ് മേധാവികൾക്ക് പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പമ്മ കൊടുത്ത് വർക്ക് നിർത്തിവെക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇവിടുത്തെ കുടുംബ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ ഭേദമന്യേ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ വൻ അഴിമതിയാണ് ഈ കാണുന്ന അനധികൃത നിർമ്മാണങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട് ജില്ലയെ കോൺക്രീറ്റ് വനമാക്കുന്നത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞു പോകുന്ന റവന്യൂ ഡിവിഷൻ ഓഫീസർമാരുടെ കുത്തഴിഞ്ഞ അഴിമതിയും കോടിക്കണക്കിന് രൂപയുടെ ആർത്തിയുമാണ് ഈ കാണാൻ ഇടയായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴ ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം പെരിയാമ്പുരം സ്വദേശി ഷെമിലാണ് കഴിഞ്ഞ ദിവസം ഡാമിലാക്കപ്പെട്ടത്. ബിഫാം അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ഷെമിൽ. പ്രദേശവാസികൾ പോലും ഇറങ്ങാൻ മടിക്കുന്ന ഡാമിലെ വൃഷ്ടി പ്രദേശത്തെ കടുവാച്ചാൽ ഭാഗത്തായിരുന്നു ഷെമിൽ ഉൾപ്പെടെ 12 അംഗ സംഘം ഇറങ്ങിയത്. ചെളിയും മണൽ വാരിയതുമുണ്ടായ ഗർത്തങ്ങളുള്ള പ്രദേശത്താണ് ഷെമിൻ അകപ്പെട്ടത്. നീന്തലറിയാവുന്ന ഷെമിൽ ഏറെ ദൂരം മുന്നോട്ട് പോയതായും ചുഴിയിൽ അകപ്പെട്ടതുമാകാം മുങ്ങിത്താഴാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം 5 മണിയോടെയായിരുന്നു ഷെമിൽ അടങ്ങുന്ന സംഘം കുളിക്കാനായി ഡാമിലെത്തിയത്. ഷെമിലിനെ കാണാതതിനെ തുടർന്ന് കഞ്ചിക്കോട്ടെയും പാലക്കാട്ടെയും സ്കൂബ സംഘവും മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. ഇന്ന് കാലത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെടുത്തത്. മൃതദേഹം മേൽ നടപടികൾക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ബിഫാം അവസാന വർഷ വിദ്യാർത്ഥിയായ ഷെമിലിന്റെ മരണവാർത്തയറിഞ്ഞ് ഗൾഫിലുള്ള പിതാവ് സലീം നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ തെരുവ് നായ്ക്കൾ ഉണ്ട്. അതോടൊപ്പം ഇവയുടെ ശല്യവുമുണ്ട്. എന്തെങ്കിലും നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. അതേസമയം തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ ഷെൽട്ടർ സ്ഥാപിച്ചിട്ടുമില്ല. മുണ്ടായിയിൽ കണ്ടെത്തിയ സ്ഥലത്ത് ഷെൽട്ടർ സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഷൊർണൂർ നഗരത്തിലെ പല ഭാഗങ്ങളിലും തെരുവ് നായ്ക്കളുണ്ട്. ശല്യവും ഏറെയാണ്. ബസ് സ്റ്റാൻഡിൽ, പാതയോരങ്ങളിൽ, കടകളുടെ മുൻവശങ്ങളിൽ ഒക്കെയാണ് തെരുവ് നായ്ക്കൾ കൂടുതലായി തമ്പടിച്ചിരിക്കുന്നത്. പലപ്പോഴും കൂട്ടത്തോടെയാണ് തെരുവ് നായ്ക്കളെ കാണാറുള്ളത്. നഗരസഭ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കാണ് തെരുവ് നായ്ക്കളെ കൊണ്ട് കൂടുതൽ ശല്യമായിരിക്കുന്നത്. നായ്ക്കൾ യാത്രക്കാർക്ക് നേരെ കുരച്ചു ചാടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടൗണിലെത്തിയ ചിലരെ മുൻപ് തെരുവ് നായ്ക്കൾ കടിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ ഷെൽട്ടർ ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം. മുൻപേ പരാതികൾ കൂടുതൽ വന്നതോടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഷെൽട്ടർ സ്ഥാപിക്കാൻ പരുത്തിപ്പുറയിലായിരുന്നു ആദ്യം സ്ഥലം കണ്ടെത്തിയിരുന്നത്. എന്നാൽ ജനകീയ പ്രതിഷേധം ഉയർന്നതോടെ 26ാം വാർഡ് മുണ്ടായിലുള്ള ശ്മശാനത്തിൽ കുറച്ച് സ്ഥലം കണ്ടെത്തുകയായിരുന്നു. ഇപ്പോഴാകട്ടെ ഈ ഭാഗത്തെ പരിസരവാസികളും കൗൺസിലർ നാരായണനും ചേർന്ന് ഷെൽട്ടർ സ്ഥാപിക്കാൻ പറ്റില്ലെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകുകയായിരുന്നു. പുതിയ ഭരണസമിതിയുടെ കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ചെയ്തിരുന്നു. ഷെൽട്ടർ പണിയുന്നതിനായി നഗരസഭ 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതി അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്ന് നഗരസഭാ അധികൃതരും പറയുന്നു. പ്രദേശവാസികളെ കൂടുതൽ ബോധവൽക്കരിച്ച ശേഷം ഷെൽട്ടർ സ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നും നടക്കുന്നത്. അതേസമയം ഷെൽട്ടർ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന 26ാം വാർഡിലെ നിവാസികളുടെ താൽപ്പര്യത്തിനൊപ്പമാണ് താനെന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും കൗൺസിലർ നാരായണനും വ്യക്തമാക്കി. ഇവിടെ ഷെൽട്ടർ സ്ഥാപിച്ച് 35 വാർഡുകളിലെയും തെരുവ് നായ്ക്കളെ ഇവിടെ പാർപ്പിക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിൽ നീങ്ങാനാണ് പ്രദേശവാസികളുടെയും കൗൺസിലറുടെയും തീരുമാനം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചേലക്കര വെങ്ങാനല്ലൂരിൽ ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ടോറസ് ലോറി തെറ്റായ ദിശയിൽ വന്നതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അപകടത്തിൽ വൻ പ്രതിഷേധമാണ് നാട്ടുകാർ നടത്തിയത്. വെങ്ങാനല്ലൂർ സ്വദേശികളായ ഷംസു, ജെയ്സൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. കരിങ്കൽ കോറിയിലേക്ക് ലോഡ് കയറ്റാൻ പോവുകയായിരുന്ന ടോറസ് ലോറിയും എതിർദിശയിൽ നിന്നും ചേലക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന യുവാക്കളുടെ സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ടോറസ് ലോറി തെറ്റായ വശത്ത് കയറി വന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റവരെ ഉടൻ തന്നെ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും
പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ദയ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന് പിന്നാലെ ടോറസ് ലോറിയുടെ ഡ്രൈവർ വാഹനം ഉപേക്ഷിച്ച് സ്തംഭസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് പ്രദേശത്തെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സംഭവത്തെ തുടർന്ന് നാട്ടുകാരും പോലീസും തമ്മിൽ അല്പനേരം വാക്കേറ്റമുണ്ടായി. ഞാൻ അതിനൊന്നും വിയോജിക്കില്ല. എന്നെ സംബന്ധിച്ചിട്ട് ഒരു നടപടിക്രമമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. ഇത് ഈ ലോറി കൊണ്ടുപോകാനാണോ നിങ്ങൾ പറഞ്ഞത്? അല്ല, ലോറി കൊണ്ടുപോകാനല്ല. കേസിന്റെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഇവിടെ തന്നെ ആക്സിഡന്റ് തിരക്കും തിടുക്കവും ധൃതി എന്തിനാണ്? റോഡ് ആയിക്കോട്ടെ, നിർബന്ധമില്ല. വണ്ടി കടന്നോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആൾക്കാർ ഉത്തരവ് എന്തെങ്കിലും ഇനിയിപ്പോ വല്ല ദേഷ്യം തോന്നി വല്ല കല്ലെറിഞ്ഞ് ഓടിച്ച് അതിന്റെ കൂടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏൽക്കാമെന്ന്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി പൈങ്കളം റോഡിൽ കാൽനട യാത്രക്കാരന്റെ കാൽ തകർന്ന സ്ലാബിനുള്ളിൽ അകപ്പെട്ട് പരിക്കേറ്റു. മാസങ്ങളായി ഇവിടെ സ്ലാബ് പൊട്ടിക്കിടക്കുകയാണെന്നും അധികൃതരുടെ വിവരമറിയിച്ചിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. യാത്രക്കാരന്റെ കാൽ ഫുട്പാത്തിൽ തകർന്ന സ്ലാബിനുള്ളിൽ അകപ്പെട്ടു. ചെറിയ തോതിൽ പരിക്കുപറ്റി. ഇദ്ദേഹത്തെ സമീപത്തുള്ള കടക്കാരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് പൈങ്കളം ചേലക്കര റോഡിലെ പോസ്റ്റ് ഓഫീസിന് സമീപമാണ് മാസങ്ങളായി അഴുക്കുചാലുവെള്ളം പോകുന്ന സ്ലാബ് പൊട്ടിയിട്ട്. നിരവധി തവണ കടക്കാർ ഗ്രാമപഞ്ചായത്തിലും നിരത്തി വിഭാഗം ഉദ്യോഗസ്ഥർക്കും രേഖാമൂലം പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല. ഇത് ആദ്യമായിട്ടല്ല ഇവിടെ അപകടം പറ്റുന്നത്. ഇതിനു മുൻപും മറ്റൊരു യാത്രക്കാരനും കാല് അകപ്പെട്ടിട്ടുണ്ട്. ദിനംപ്രതി നിരവധി പേരാണ് സ്കൂൾ വിദ്യാർത്ഥികളടക്കം ബസ് കയറുവാൻ ആയി ഇവിടെയാണ് നിൽക്കാറ്. നിൽക്കുന്ന കടയുടെ മുന്നിലെ സ്ലാബ് സമാന രീതിയിൽ തകർന്നിട്ടുണ്ട്. ഇവിടെ വേറൊരു പൊട്ടിയ സ്ലാബ് തൽക്കാലം വെച്ചിരിക്കുകയാണ്. സ്ലാബ് പൊട്ടിയതിനെ തുടർന്ന് വേസ്റ്റ് വെള്ളം ഈ ഭാഗത്ത് കെട്ടിനിൽക്കുന്നതുകൊണ്ട് യാത്രക്കാർക്ക് കടക്കാർക്കും വളരെയധികം ദുർഗന്ധം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ബസ് കയറാൻ നിൽക്കുന്നവർക്കും കടയിൽ വരുന്നവർക്കും വേറെ വല്ല അസുഖം പിടിപെടുമോ എന്ന ആശങ്കയും ആളുകൾക്കുണ്ട്. മഴക്കാലം വന്നതോടെ മഴവെള്ളം ചാലിൽ കൂടെ പോവാത്തതിനെ തുടർന്ന് പുറത്തേക്കും തള്ളിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി സ്ലാബ് മാറ്റി ഒഴുകിപ്പോകുന്ന മാലിന്യജലം നല്ല രീതിയിൽ ഒഴുകിപ്പോകാനുള്ള നടപടി അധികൃതർ കൈക്കൊള്ളണമെന്നാണ് കടക്കാരുടെ ആവശ്യം. ചെറുതുരുത്തി നാട് പൈങ്കളം റോഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അരികിൽ ഡ്രെയിനേജ് പൊട്ടി കിടക്കുകയാണ്. കച്ചവടക്കാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ മിഞ്ഞാന്ന് ഇതേപോലെ ഇവിടെ ഈ റോഡിൽ ഒരാൾ വന്ന് അതിൽ വീണു. അങ്ങനെ അയാൾക്ക് കുറച്ച് പരിക്കുകളെല്ലാം പറ്റി. അയാൾ എവിടെ ഉള്ള ആളാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവം കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് അധികൃതർ അതിന് ഒരു ഇത് കാണണം എന്ന് നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാടനംകുറിശ്ശിയിൽ +2 വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഗിരീഷ് ഷൈജ ദമ്പതികളുടെ മകനായ മൂഴിയോട്ടുപടി വീട്ടിൽ 17 വയസ്സുള്ള സൂരജാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് സൂരജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗണേശ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് സൂരജ്. ഒരു സഹോദരിയുണ്ട്. ഷൊർണൂർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സൂരജിന്റെ നിര്യാണത്തെ തുടർന്ന് വ്യാഴാഴ്ച ഗണേശ്ഗിരിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിന് അവധിയായിരിക്കും. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് കുളം നവീകരണത്തിനിടെ ചേറിൽ താഴ്ന്ന അമ്പലപ്പാറ സ്വദേശിയുടെ മണ്ണുമാന്തി യന്ത്രം 2 രാത്രിയും 2 പകലും നീണ്ട പരിശ്രമത്തിനൊടുവിൽ കരയ്ക്ക് കയറ്റി. യന്ത്രത്തിന്റെ 3/4 ഭാഗവും ചെളിയിൽ അകപ്പെട്ട നിലയിലായിരുന്നു. കുടുങ്ങിയ യന്ത്രത്തെ 3 വലിയ യന്ത്രങ്ങളും ക്രെയിനും ഉപയോഗിച്ച് 2 ദിവസം കൊണ്ടാണ് കരയ്ക്ക് കയറ്റിയത്. സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ മീൻ വളർത്തുന്നതിനു വേണ്ടി ചെളി നീക്കാനിറങ്ങിയ അമ്പലപ്പാറ സ്വദേശിയുടെ മണ്ണുമാന്തി യന്ത്രമാണ് ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെ കണ്ണിയമ്പുറം കുഴിക്കാട്ടിൽ അയ്യപ്പൻകാവിന് സമീപമുള്ള കുളത്തിൽ ചെളിയിൽ കുടുങ്ങിയത്. യന്ത്രത്തിന്റെ 3/4 ഭാഗവും ചെളിയിൽ അകപ്പെട്ട നിലയിലായിരുന്നു. കുടുങ്ങിയ യന്ത്രത്തെ 3 വലിയ യന്ത്രങ്ങളും ഒരു ക്രെയിനും ഉപയോഗിച്ച് 2 ദിവസത്തെ വിശ്രമരഹിതമായ പ്രവർത്തനത്തിനൊടുവിലാണ് കരയ്ക്ക് കയറ്റാനായത്. സഹപ്രവർത്തകന്റെ യന്ത്രം ചെളിയിൽ കുടുങ്ങിയ വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി പാതത്തെ ജില്ലയിലെ പലയിടങ്ങളിൽ നിന്നുള്ള യന്ത്ര ഉടമകളും ഓപ്പറേറ്റർമാരുമാരായിരുന്നു. അവരുടെ കൂടെ വിശ്രമമില്ലാതെ പരിശ്രമത്തിലാണ് ഫലം കണ്ടത്. കുടുങ്ങിയ യന്ത്രത്തെ വലിച്ചു കയറ്റാനായി ഇറക്കിയ 2 യന്ത്രങ്ങളും പലതവണ ചെളിയിൽ കുടുങ്ങി. അപ്പോഴൊക്കെയും ഓപ്പറേറ്റർമാർക്ക് സഹായികളായി സഹപ്രവർത്തകർക്കായി കൈകോർത്തു. തോരാത്ത മഴയിൽ കുളത്തിൽ വെള്ളം കൂടിയപ്പോൾ വെള്ളം വറ്റിക്കാനായി മോട്ടോർ പമ്പുകൾ എത്തിച്ചതും വാഹനത്തെ വലിച്ചു കയറ്റുമ്പോൾ ചെളിയിൽ താഴ്ന്നു പോകാതിരിക്കാൻ 3 ലോഡിലധികം കരിമരത്തടികൾ മുറിച്ചു കൊണ്ടുവന്നിട്ടതും എല്ലാം സഹപ്രവർത്തകരായിരുന്നു. ആരുടെയും ആഹ്വാനങ്ങൾക്ക് കാത്തു നിൽക്കാതെ അവരെല്ലാം സജീവമായി രംഗത്തുണ്ടായി. പലരും തൊഴിലുപേക്ഷിച്ചായിരുന്നു അവിടെ നിലയുറപ്പിച്ചത്. ഒടുവിൽ ചൊവ്വാഴ്ച രാത്രി 8:30 മറ്റ് 3 യന്ത്രങ്ങളും ഒരു ക്രെയിനും ഉപയോഗിച്ച് വാഹനം കരയ്ക്ക് കയറ്റുകയായിരുന്നു. 15 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി യന്ത്ര ഉടമ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 6 പതിറ്റാണ്ടോളം കാലപ്പഴക്കമുള്ള തകർച്ചാ ഭീഷണിയിലായ പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ജലസംഭരണി ഉടൻ പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജലസംഭരണി തകർന്നു വീണാൽ
വൻ ദുരന്തമുണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നു. 60 വർഷത്തോളം പഴക്കമുള്ള തകർച്ചാ ഭീഷണിയായതിനെ തുടർന്ന് ഉപേക്ഷിച്ച പെരിങ്ങോട്ടുകുരിശിയിലെ വാട്ടർ അതോറിറ്റിയുടെ കോൺക്രീറ്റ് ജലസംഭരണി പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാണ്. പെരിങ്ങോട്ടുകുരിശി സെന്ററിൽ പഞ്ചായത്ത് കോംപ്ലക്സിന് പിന്നിലുള്ള പതിറ്റാണ്ടുകളായി ഉപയോഗശൂന്യമായി നിൽക്കുന്ന ജലസംഭരണിയാണിത്. ജലസംഭരണിയുടെയും കോൺക്രീറ്റിലെയും തൂണുകളിലെയും സിമന്റ് തേപ്പുകൾ അടർന്നു വീണ കമ്പികൾ പുറത്തായ രീതിയിലാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും ശുദ്ധജലം എത്തിച്ചിരുന്നത് ഈ ജലസംഭരണിയിൽ നിന്നായിരുന്നു. ജലസംഭരണിയിൽ വള്ളിപ്പടർപ്പുകളും മറ്റും കയറിയത് ഇഴജീവികൾക്ക് താവളമാക്കാൻ സഹായമായതായും പറയുന്നു. ജലസംഭരണി തകർന്നു വീണാൽ വൻ ദുരന്തമാകുമെന്ന് നാട്ടുകാരും പറഞ്ഞു. ഇതിലുള്ള ഈ വാട്ടർ ടാങ്ക് ഏകദേശം എൻ്റെ ഓർമ്മ എനിക്ക് 67 വയസ്സായി. ഏകദേശം 10-60 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. ഇത് ഏത് സമയത്തും നിലം പതിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ഒന്നുകിൽ സർക്കാർ പഞ്ചായത്ത് സർക്കാർ നടപടി ഉണ്ടാക്കണം. ഒന്നുകിൽ മെയിൻ്റനൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിനാവശ്യമായ നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലോകകപ്പിന് വരവേൽക്കാൻ കൂറ്റൻ ഫ്ലക്സ് ഒരുക്കി അരങ്ങനടി കുണ്ടടിയിലെ മെസ്സി ആരാധകർ. 227 അടി നീളവും 10 അടി ഉയരത്തിലുമാണ് ഫ്ലക്സ് ഉയർന്നത്. അടി നീളവും 10 അടി ഉയരവുമാണ് ഫ്ലക്സ് ബോർഡിനുള്ളത്. കഴിഞ്ഞ ദിവസം 200 അടി നീളത്തിലുള്ള ഫ്ലക്സ് ബോർഡ് ഒറ്റപ്പാലത്തും മായന്നൂർ പാലത്തിന് സമീപം ഒറ്റപ്പാലത്തുള്ള അർജന്റീന ആരാധകർ സ്ഥാപിച്ചിരുന്നു. അതിനേക്കാളും നീളമാണ് കുണ്ടടിയിൽ സ്ഥാപിച്ച ഫ്ലക്സിനുള്ളത്. വെല്ലുവിളിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ആളറിഞ്ഞും തരമറിഞ്ഞും വെല്ലുവിളിക്കണം. ഇത് മെസ്സിയെയും ആൽബിസിലിസുകളെയും നെഞ്ചോട് ചേർത്തിയ കുണ്ടടിയിലെ അർജന്റീനക്കാരാണ് എന്നീ വാക്കുകളോടെയാണ് ഫ്ലക്സിന്റെ തുടക്കം. ഇത് വാശിയല്ല, കളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വലിയ ഫ്ലക്സ് വെക്കാനുള്ള കാരണമെന്ന് അർജന്റീന ആരാധകർ പറഞ്ഞു. ഇതിനുവേണ്ടി നാട്ടുകാരും പ്രവാസികളുടെയും അകമഴിഞ്ഞ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി മേഖല സംഘടിപ്പിച്ച ജില്ലാതല സെവൻസ് ഫുട്ബോളിൽ ചാലക്കുടി മേഖല ഒന്നാമതായി. വടക്കാഞ്ചേരി മേഖല 2ാം സ്ഥാനവും ചേലക്കര മേഖല 3ാം സ്ഥാനവും നേടി. ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ചാലക്കുടി മേഖല 1ാം സ്ഥാനത്തെത്തി. 2ാം സ്ഥാനം വടക്കാഞ്ചേരി മേഖലയും 3ാം സ്ഥാനം ചേലക്കര മേഖലയും നേടി. ഇവർക്കുള്ള ട്രോഫികളുടെ വിതരണോദ്ഘാടനം AKPA സംസ്ഥാന സെക്രട്ടറി ടൈറ്റസ് CG 1ാം സ്ഥാനം നേടിയ ചാലക്കുടിക്ക് ട്രോഫി വിതരണം ചെയ്യുകയും ചെയ്തു. AKPA തൃശൂർ ജില്ലാ പ്രസിഡന്റ് സജീവ സിദിനി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്വാതന്ത്ര്യം കോർഡിനേറ്റർ അനിൽ തുമ്പയിൽ 2ാം സ്ഥാനം ലഭിച്ച വടക്കാഞ്ചേരി മേഖലയ്ക്ക് ട്രോഫിയും നൽകി. 3ാം സ്ഥാനം ലഭിച്ച ചേലക്കര മേഖലയ്ക്ക് സംസ്ഥാന സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫി ഡയറക്ടർ ജനീഷ് പാമ്പൂർ ട്രോഫി നൽകി. മുൻ സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ, സംസ്ഥാന കമ്മിറ്റി അംഗം PV ശിവാനന്ദൻ, ജില്ലാ ട്രഷറർ സുനിൽ, ബ്ലോക്ക് സ്റ്റോൺ വൈസ് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, സ്പോർട്സ് കോർഡിനേറ്റർ ഷിജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജീസൺ AV തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഷാജി ലൈൻസ്മാൻ സ്വാഗതവും വാടാനപ്പള്ളി മേഖലാ പ്രസിഡന്റ് CS സുരേഷ് നന്ദിയും പറഞ്ഞു. രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില കിരി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിച്ചു. വിശപ്പ് രഹിത ലോകമെന്ന ആശയത്തിൽ നടത്തിയ പോസ്റ്റർ രചനാ മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മനസ്സിൽ നിന്ന് അതിനെ എങ്ങനെ എന്ത് ക്രിയേറ്റിവിറ്റിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്? വെറുതെ ചിത്രം വരച്ചിട്ട് അതിനെ പേരും ക്യാപ്ഷനും വേഴ്സസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ ആയിട്ട് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റായില്ല. അങ്ങനെയല്ലോ പോസ്റ്റർ മിക്കവാറും ഒരു വിഷയം ഏതാണോ ആ വിഷയത്തെ നമ്മൾ നല്ല രീതിയിൽ കൺസീവ് ചെയ്യുക. ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിച്ചത്. വിശപ്പ് രഹിത ലോകമെന്ന ആശയത്തിൽ നടത്തിയ പോസ്റ്റർ രചനാ മത്സരത്തിൽ വിവിധ കോളേജുകളിൽ നിന്നും പങ്കാളിത്തമുണ്ടായി. ഭക്ഷണം കിട്ടാതെയുള്ള ശിശുമരണങ്ങൾ ലോകത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വിശപ്പ് രഹിത ലോകമെന്ന ആശയത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിച്ചത്. ഒരു കോളേജിൽ നിന്ന് 3 പേർക്ക് പങ്കെടുക്കാവുന്ന മത്സരത്തിൽ
പാലക്കാട് ജില്ലയിലെ നിരവധി കോളേജുകളിൽ നിന്നായി പങ്കാളിത്തമുണ്ടായി. ലോക സാമ്പത്തിക വ്യവസ്ഥയും പ്രകൃതിയുടെ താളം തെറ്റലും ഭരണാധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മയും ഉൾപ്പെടെ എടുത്തു പറയുന്നതായിരുന്നു പോസ്റ്റർ രചന. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ AUP സ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്ക് പ്രധാനാധ്യാപിക ഷെരീഫ ടീച്ചറുടെ സർപ്രൈസ് ഗിഫ്റ്റ്. വിദ്യാലയത്തിൽ നിന്നും LSS, USS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തേടിയെത്തിയത് വിമാനത്തിൽ പറക്കാനുള്ള ഭാഗ്യമായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വിനോദസഞ്ചാരത്തിനായി വിദ്യാർത്ഥികൾ യാത്ര തിരിച്ചു. LSS, USS നേടിയ വിദ്യാർത്ഥികളായ PS ആയുഷ്, മുഹമ്മദ് റൈഹാൻ, M റുബിന, TR അക്ഷര, PV ദിയ എന്നിവർക്കാണ് കുരുന്നുപ്രായത്തിൽ തന്നെ വിമാനത്തിൽ പറക്കാൻ ഭാഗ്യം ലഭിച്ചത്. നന്നായി പഠിച്ച LSS, USS നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ സർപ്രൈസ് നൽകുമെന്ന് പ്രധാനാധ്യാപിക മുൻപ് വാക്കു നൽകിയിരുന്നു. ഇതാണ് നടപ്പിലായത്. ബുധനാഴ്ച രാവിലെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് തമിഴ്നാട്ടിലേക്കുള്ള വിമാനയാത്ര പുറപ്പെട്ടത്. വിമാനം ഇറങ്ങിയ ശേഷം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കുട്ടികളെ എത്തിക്കും. പരിചയസമ്പന്നരായ 4 അധ്യാപകരും ഇവരുടെ കൂടെയുണ്ട്. വിമാനയാത്രയ്ക്കുള്ള ടിക്കറ്റ് വിതരണവും യാത്രയയപ്പും മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി നിർവഹിച്ചു. അധ്യാപകരും അതിൻ്റെതായിട്ടുള്ള ഈ വിമാനയാത്രയ്ക്ക് ആവശ്യമായ ടിക്കറ്റും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയ ആളുകളോട് വളരെ നന്ദിയും അതേപോലെ തന്നെ അവരെ ഞാൻ വളരെ എന്താ പറയുക പ്രശംസിക്കുകയാണ്. ഈ ചെറിയ കുടുംബങ്ങൾക്ക്, കുട്ടികൾക്ക്, 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വിമാനയാത്ര എന്താ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്താണ്. എന്തായാലും ആ കുട്ടികളെ വളരെ നല്ല രീതിയിൽ ഞാൻ ആശംസിക്കുന്നു. വാർഡംഗം ഷബിത മുനീർ അധ്യക്ഷത വഹിച്ചു. PK സദാശിവൻ, KM അബ്ദുൾ ഹക്കീം, പ്രധാനാധ്യാപിക ഷരീഫ ടീച്ചർ, ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികളും യാത്രയയപ്പിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ കുട്ടികളിൽ പഠനത്തിനോട് താല്പര്യം കൂടുമെന്ന് പ്രധാനാധ്യാപിക ഷരീഫ ടീച്ചർ പറഞ്ഞു. ആ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ വേണ്ടി ഒരു വിമാനയാത്ര നാളെ നടത്താൻ പോവുകയാണ്. അപ്പൊ അതിന്റെ വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഇന്ന് മണ്ണൂർ AUP സ്കൂള്. ചെറിയ ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും അതിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ കഴിയുക എന്നതാണ് ഒരു വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം. സ്കോളർഷിപ്പിന്റെ പരിശീലന സമയത്ത് തന്നെ ഞങ്ങൾ അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങോട്ടാണോ യാത്ര ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോയിരിക്കുമെന്ന്. ഇതൊരു മാതൃകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശിയും പറഞ്ഞു. വിമാനയാത്രയിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കുട്ടികളും പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഞങ്ങൾ ആദ്യമായിട്ട് പോണത് ടീച്ചർ ആദ്യമായി പറഞ്ഞിരുന്നു സ്കോളർഷിപ്പ് കിട്ടുന്നതിന് മുമ്പ് ഞങ്ങളെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കൂടുതൽ പഠിച്ച് വിജയം നേടുന്നവർക്ക് ഇനിയും ഇത്തരം സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഷരീഫ ടീച്ചർ ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷണൂർ KVR ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി എൻഡോമെന്റ് വിതരണവും സ്കൂളിന്റെ 97ാമത് സ്ഥാപക ദിനാചരണവും നടന്നു. നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. 1931 ജൂൺ 10 KV രാമൻ നായർ സ്ഥാപിച്ച ഒരു വിദ്യാലയമാണ് ഷൊർണൂരിലെ KVR ഹൈസ്കൂൾ. ഇന്ന് സ്കൂളിന്റെ 97ാമത് സ്ഥാപക ദിനവും എൻഡോമെന്റ് വിതരണവും നടന്നു. സ്കൂൾ മാനേജർ KR മോഹൻദാസ് പതാക ഉയർത്തിയതിനു ശേഷം വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ജൂൺ 10 എൻ്റെ വന്യപിതാവ് ദിവംഗതനായ ശ്രീ KV രാമൻ നായർ ആരംഭിച്ചതാണ് ഈ വിദ്യാലയം. അദ്ദേഹം വിഭാവനം ചെയ്ത പൂർണ്ണ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ടോട്ടൽ എഡ്യൂക്കേഷൻ എന്ന ലക്ഷ്യപ്രാപ്തിക്കായി ഞങ്ങൾ പ്രവർത്തിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്തു എന്ന് വളരെ സന്തോഷത്തോടെ ഈ പ്രാവശ്യം പറയുന്നു. ചടങ്ങിൽ ഹെഡ് മിസ്സസ് രാമപ്രസാദ്, രഞ്ജിത്ത്, ബബിത എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. കഴിഞ്ഞ 6ഓളം വർഷങ്ങളിലായി SSLC പരീക്ഷയിൽ 100% വിജയം നേടിയിട്ടുണ്ട്. ഇത്തവണ 93% നേടാനായത്. 4 ഫുൾ A+ നേടിയിട്ടുണ്ട്. വിജയശതമാനം നല്ലപോലെ വർദ്ധിപ്പിക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ SSF സംസ്ഥാന തലത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന സ്റ്റുഡൻറ് ഇസ്ലാമിക സെൻസോറിയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചെറുതുരുത്തി സ്കൂളിന് സമീപമുള്ള അൽ സുലൈത്തി ഹാളിൽ നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 500 വിദ്യാർത്ഥികളാണ് സെൻസോറിയത്തിൽ പങ്കെടുക്കുക. വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് മുനവരി അബ്ദുൾ തങ്ങൾ അധ്യക്ഷത വഹിക്കും. മറ്റ് 2 സെഷനിലായി നടക്കുന്ന പരിപാടികളിൽ നിരവധി വിശിഷ്ട വ്യക്തികൾ ക്ലാസ് എടുക്കുകയും ചെയ്യും. വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി
കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി മുഹമ്മദ് ഫൈസി എന്നിവർ നേതൃത്വം നൽകുമെന്നും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ മുസ്തഫ കാമിൽ സഖാഫി, MS മുഹമ്മദ് ഹാജി, അബ്ദുൾ റഹ്മാൻ ഹാറുനി, ഷറഫുദ്ദീൻ സഖാഫി, മുഹമ്മദ് ഷാഫി, മുഹമ്മദ് അനസ് KM എന്നിവർ അറിയിച്ചു. ഈ പരിപാടിയുടെ ഉദ്ഘാടന സെഷൻ നടക്കുന്നതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമന്വിതനായ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബ്ദുൽ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ മറ്റ് പ്രമുഖ വ്യക്തികളെല്ലാം ആ പരിപാടിയുടെ തുടക്കത്തിൽ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 2 ദിവസം നടക്കുന്ന ഈ പരിപാടിയുടെ വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപനം പേരോടത്ത് റഹ്മാൻ സഫാഫി തുടങ്ങി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങളും കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും സംസ്ഥാന നേതാക്കളും മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരും വിവിധ പരിപാടികളിലായി ഇത് സംഘടിപ്പിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം 2026 ജൂൺ 13 ശനിയാഴ്ച മഞ്ചേരി KM ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. ഇതോടൊപ്പം ബാങ്കിന്റെ പരിധിയിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും പഠനത്തിൽ മുൻപന്തിയിലുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വീതം സ്കോളർഷിപ്പും നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2025-26 അധ്യയന വർഷം സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് SSLC, +2, VHSE, CBSE 10-12, ICSE 10-12 ക്ലാസ് പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി വിജയിച്ചവരെ ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് പ്രൊഫിഷ്യൻസി പ്രൈസും മൊമെന്റോയും നൽകി അനുമോദിക്കുന്നു. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലായ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി, ലക്കിടി, പേരൂർ, മണ്ണൂർ, അമ്പലപ്പാറ, അനങ്ങരടി, വാണിയംകുളം പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരും ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ താമസിക്കുന്ന വിജയികളുമാണ് ബാങ്ക് അനുമോദിക്കുന്നത്. ഇതോടൊപ്പം ബാങ്കിന്റെ പരിധിയിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും പഠനത്തിൽ മുൻപന്തിയിലുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വീതം സ്കോളർഷിപ്പും ചടങ്ങിൽ വെച്ച് നൽകുന്നുണ്ട്. ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ, ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M രാമനുണ്ണി, ജനറൽ മാനേജർ E ദൃശ്യ അർജുൻ, ഹെഡ് ഓഫ് ഇന്റർണൽ ഓഡിറ്റർ S സജീവ് എന്നിവർ വിജയോത്സവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇപ്രാവശ്യത്തെ വിജയോത്സവം ഈ മാസം, അതായത് ജൂൺ മാസം 13 രാവിലെ 10 മണിക്ക് മനുശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കുറച്ചു കാലമായി വളരെ നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് SSLC, +2 വിജയികൾക്ക് അവാർഡ് കൊടുക്കുന്ന, അവരെ ആദരിക്കുന്ന ചടങ്ങ് എന്നത്. ഇപ്രാവശ്യവും അത് ഗംഭീരമായി നടത്താനാണ് ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത്. ബാങ്ക് പരിധിയിലെ ഒരു മുനിസിപ്പാലിറ്റിയിലെയും 5 പഞ്ചായത്ത് പ്രദേശത്തെയും SSLC, +2 പരീക്ഷയ്ക്ക് A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിക്കുന്നത്, അവർക്ക് പ്രൈസ് കൊടുക്കുന്നത്. ഈ ബാങ്ക് പരിധിക്കകത്ത് ഉള്ള വിദ്യാർത്ഥികൾ മറ്റെവിടെ പോയി പഠിച്ചാലും അവിടെ നിന്ന് A+ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവാർഡ് നൽകുക എന്നതാണ് ആലോചിച്ചിട്ടുള്ള കാര്യം. ഇപ്രാവശ്യത്തെ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം MLA K പ്രേംകുമാറാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സന് കൗൺസിൽ സ്ഥാനം നഷ്ടമാകും. കൗൺസിലിൽ പങ്കെടുക്കുന്നതിന് അവധി നൽകണമെന്ന അപേക്ഷ കൗൺസിൽ യോഗം തള്ളി. പ്രശോഭിന്റെ കൗൺസിലർ സ്ഥാനത്തെ ചൊല്ലി നഗരസഭാ യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. കസ്റ്റഡി പരോൾ അനുവദിക്കണമെന്ന പ്രശോഭിന്റെ ആവശ്യം കോടതി തള്ളിയതും തിരിച്ചടി. ഭൂനികത്തൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെയും വില്ലേജ് ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെയും എന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ K കൃഷ്ണൻകുട്ടി. 16 ഏക്കറോളം സ്വകാര്യ വ്യക്തി കൃഷിഭൂമി നികത്തിയെന്നും അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം പിഴയൊടുക്കി
ക്രമവൽക്കരിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുമെന്ന ഉറപ്പിന്മേലെന്നും കൃഷ്ണൻകുട്ടി. ഷൊർണൂരിൽ തെരുവുനായ്ക്കൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പാർപ്പിക്കാൻ ഷെൽട്ടർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ പലയിടങ്ങളിലും കൂട്ടത്തോടെ തെരുവുനായ്ക്കളെ കാണുന്നത് നിത്യസംഭവം. ഉണ്ടായിൽ കണ്ടെത്തിയ സ്ഥലത്ത് ഷെൽട്ടർ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് നഗരസഭാ അധികൃതർ. ഉണ്ടായ 26-ാം വാർഡിൽ ഷെൽട്ടർ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികളും വാർഡ് കൗൺസിലറും. മലമ്പുഴ ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം പെരിയാപുരം സ്വദേശി ഷെമിലാണ് ഡാമിൽ അകപ്പെട്ടത്. ബിഫാം അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.